ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കാർബൺ ഡോട്ട്സ് ആണ്. ഓക്കെ, സോ കാർബൺ ഡോട്ട്സ് കാർബൺ ഡോട്ട്സ് എന്താ സമയം അറിയാവോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ കാർബൺ ഡോട്ട്സ് എന്താ സംഭവം എന്നുള്ളത്? അതെ, ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കുന്ന പോലെ ഇപ്പൊ ക്വാണ്ടം ഡോട്ട്സ്, കാർബൺ ഡോട്ട്സ് ഇതൊക്കെ പറയുമ്പോ എല്ലാം നാനോ മെറ്റീരിയൽസ് ആണല്ലോ. അപ്പൊ കാർബൺ ഡോട്ട്സ് എന്ന് പറയുമ്പോ എന്താ? കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. അതായത് ആ നാനോ മെറ്റീരിയലിനകത്ത് എന്തുണ്ട്? കാർബണിന്റെ കണ്ടന്റ് ഉണ്ട്. അതാണ് ജസ്റ്റ് ടിപ്പിക്കലി നമ്മൾ പറയുന്നത്. അതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10 നാനോമീറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ക്വാണ്ടം ഡോട്ട്സിന്റെ സൈസ് ആണെങ്കിൽ ഒരു 2 to 10 റേഞ്ചിലായിരിക്കും അതിന്റെ സൈസ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതിനകത്ത് അതിന്റെ അഡ്വാൻറ്റേജസ് ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ? ഇറ്റ് ഷോസ് മെനി റിമാർക്കബിൾ അഡ്വാൻറ്റേജസ് ഉള്ള സെന്റൻസ് കണ്ടോ? അത് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, എന്തോ ഓക്കെ. അപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നതെല്ലാം അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, സോ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഈ കാർബൺ ഡോട്ട്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. അത് എന്തൊക്കെയാ പറയുന്നത്? ലോ സൈറ്റോടോക്സിറ്റി, ഗുഡ് ബയോകമ്പാറ്റബിലിറ്റി, സ്റ്റേബിൾ കെമിക്കൽ ഇനർട്ട്നെസ്, എഫിഷ്യന്റ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോട്ടോ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പൊ അതൊക്കെ എന്താ ഓരോ പ്രോപ്പർട്ടീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോ സൈറ്റോടോക്സിറ്റി ടോക്സിസിറ്റി എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു സംഭവം ഹാംഫുൾ ആയിട്ട് അങ്ങനെ വരുന്ന ഈ ടോക്സിക് സബ്സ്റ്റൻസസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ഈ സൈറ്റോടോക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിവിങ് സെൽസിനെ അത് അത്രയും അഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് അത്രയും ബാഡ് ആയിട്ട് നമ്മുടെ ലിവിങ് സെൽസിനെ അത് ഹാംഫുൾ അല്ല, അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതായത് ഈ മെഡിക്കൽ ആപ്ലിക്കേഷൻസിനും ബയോളജിക്കൽ ആപ്ലിക്കേഷൻസിനും കുറച്ചും കൂടെ സേഫ് ആണ് അത് യൂസ് ചെയ്യാനായിട്ട്. ബയോകമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇപ്പൊ നമ്മുടെ ലിവിങ് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സിസ്റ്റമായിട്ട് കുറേ കൂടെ മിക്സ് ആക്കാൻ പറ്റും. അതായത് കുറച്ചും കൂടെ ബയോ റിലേറ്റഡ്, അതായത് ബയോ കമ്പാറ്റബിൾ ആണ്. അവിടെ വേറൊരു ഹാംഫുൾ റിയാക്ഷൻസ് നടക്കുന്നില്ല. അതാണ് ഗുഡ് ബയോ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റേബിൾ ഇനർട്ട്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് വേറെ ഒരു കെമിക്കൽസുമായിട്ട് ഡയറക്റ്റ് മിക്സ് ആകുന്നില്ല. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കെമിക്കൽസും കാർബൺ ഡോട്ട്സും തമ്മിലൊരു കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ആവില്ല. അതിനെയാണ് അത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിരിക്കും, അതേപോലെ ലോങ് ലാസ്റ്റിംഗും ആയിരിക്കും. പിന്നെ വരുന്നത് ഈ എഫിഷ്യന്റ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ഡോട്ട്സിന്, ഈ ഒരു മെറ്റീരിയൽസിന് ഇവർക്ക് കൂടുതലും ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതായത് ലൈറ്റിലെ എനർജി സോഴ്സിനെ അവർക്ക് കുറേയും കൂടി നല്ലതുപോലെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സോളാർ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അതും അവർ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അങ്ങനെ അത് പ്രവർത്തിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ ഈ സോളാർ സെൽസിലും അല്ലാതെ ലൈറ്റ് സെൻസർ ഡിവൈസസിലൊക്കെ കൂടുതലും അത് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ സെൻസേഴ്സിലൊക്കെ എന്താ ആവശ്യമുള്ള ലൈറ്റ് ആണ് വേണ്ടത് അല്ലെ. ലൈറ്റ് ഫോളോ ചെയ്യുമ്പോഴാണ് അതിൽ വർക്ക് ആവുന്നത്. പിന്നെ വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഫോട്ടോ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മെറ്റീരിയലിലോട്ട് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കും, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കും. അപ്പൊ അത് കുറച്ചും കൂടെ നല്ലതുപോലെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കാർബൺ, അതായത് കാർബൺ ഡോട്ട്സ്. എന്തോ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഫോട്ടോ ഇൻഡ്യൂസ്ഡോ? അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞത് ഇപ്പൊ ഈ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ഏതെങ്കിലും ഒരു നാനോ മെറ്റീരിയലിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അതായത് ഈ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഓരോ ആറ്റം കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമല്ലേ.
അപ്പൊ ഇപ്പൊ അല്ലേ സിൽവർ നാനോ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോ എന്താ, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിന്റെ ആറ്റംസ് ആയിരിക്കും, സിൽവർ ആണെങ്കിൽ സിൽവർ ആറ്റംസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ ഈ ലൈറ്റ് വന്ന് ഫോൾ ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, ഈ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോൺസ് നെക്സ്റ്റ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോവും. ഒരു ഫോട്ടോ ലൂമിനസൻസ് കാണിക്കും, അല്ലെങ്കിൽ ഫ്ലൂറസൻസ് കാണിക്കും, എമിഷൻ നടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ആ സെയിം സംഭവം തന്നെ. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ മൂവ്മെന്റിനെ കുറേം കൂടി നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും ഈ കാർബൺ ഡോട്ട്സ്. ഓക്കെ, അതാണ് ഈ പ്രോപ്പർട്ടീസിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ്, പിന്നെ അതിന്റെ അവരുടെ ഇതിൽ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ സെൻസേഴ്സിൽ യൂസ്ഫുൾ ആണ്, ബയോളജിക്കൽ പേർപ്പസിൽ യൂസ്ഫുൾ ആണ്. അങ്ങനെയാണ് അതിന്റെ അതിൽ കുറെ ആപ്ലിക്കേഷൻസ് അങ്ങനെ പോകുന്നത്. പിന്നെ വരുന്നത് ഈ കാർബൺ ഡോട്ട്സ് എന്ന് പറയുന്നത് അവര് മെയിൻ ആയിട്ട് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാർബൺ ഡോട്ട്സ്. ഒന്നാമത്തെ ഗ്രഫീൻ ക്വാണ്ടം ഡോട്ട്സ്, കാർബൺ നാനോ ഡോട്ട്സ്, പോളിമർ ഡോട്ട്സ്, അങ്ങനെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ? സ്ക്രീൻ ഇപ്പൊ ബോർഡ് കാണുന്നുണ്ടോ? അല്ല, ബോർഡ് കാണുന്നുണ്ട്, പക്ഷെ ഓപ്ഷൻ എന്താ ചോദിച്ചേക്കുന്നത്? You have to install the collaborative whiteboard add-on first. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും അതിനകത്ത് ഇപ്പൊ ചെയ്യണ്ട. അത് ബാക്ക് അടിച്ച് പോകാൻ പറ്റുമോ? ആ, ഓക്കെ. അപ്പൊ ബോർഡ് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചത് എന്തായിരുന്നു, അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ക്വാണ്ടം ഡോട്ട്സ്. സ്ക്രീനിൽ എഴുതുന്നത് കാണുന്നുണ്ടോ? ഓക്കെ. സോ അയ്യോ, സോറി. ഈ രണ്ടും കൂടെ മിക്സ് ആയി പോയതാ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ, കാണുന്നില്ലേ? ഓക്കെ. സോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ഡോട്ട്സ്. അപ്പോൾ ഈ കാർബൺ ഡോട്ട്സിന് നമ്മൾ പറഞ്ഞ പോലെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഇവരെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഏതാ? ഗ്രഫീൻ കാർബൺ ഡോട്ട്സ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഷോർട്ടായിട്ട് GD എന്ന് പറയാം, ഗ്രഫീൻ ക്വാണ്ടം ഡോട്ട്സ്. സോ ഗ്രഫീൻ, ഒരു സെക്കൻഡ്, പക്ഷെ ഒന്ന് പോസ് ആക്കുവാണേ. എന്തോ കൂട്ടിട്ട് പോക്കോ ഈ ക്ലാസ്. എത്ര ആണെങ്കിലും മേടിച്ചു, കുഴപ്പം അവനോട് ചോദിക്കും. ഹലോ അശ്വിൻ, കേക്കാവോ? ഓക്കെ, സോറി കേട്ടോ ഇടയ്ക്ക് പോയേന്. ഓക്കെ. സോ നമ്മളുടെ ഫസ്റ്റ് ഇത് കാണുന്നുണ്ടോ? ഓക്കെ. സോ നമ്മളുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഗ്രഫീൻ ക്വാണ്ടം ഡോട്ട്സ് ആണ്. അതായത് നമ്മൾ GQD എന്ന് നമുക്കതിനെ ഷോർട്ടായിട്ട് പറയാം, ഗ്രഫീൻ ക്വാണ്ടം ഡോട്ട്സ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് കാർബൺ നാനോ ഡോട്ട്സ്.
CNP എന്ന് നമുക്കതിനെ കൊടുക്കാം. മൂന്നാമത്തെ വരുന്നതാണ് പോളിമർ ഡോട്ട്സ്. നമുക്കതിനെ PD എന്ന് വിളിക്കാം. അങ്ങനെ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ കാർബൺ ഡോട്ട്സിനകത്ത് തന്നെ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ കാർബൺ നാനോ ഡോട്ട്സ് ആണ്, കാർബൺ നാനോ ഡോട്ട്സിനെ തന്നെ നമുക്ക് രണ്ട് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ഷേപ്പ്, ഈ കാർബൺ നാനോ ഡോട്ട്സിന്റെ ഷേപ്പ് വരുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും എന്ന്. അപ്പൊ ഇതിന്റെ 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കാർബൺ നാനോ പാർട്ടിക്കിൾസും രണ്ടാമത് വരുന്നത് കാർബൺ ക്വാണ്ടം ഡോട്ട്സും ആണ് വരുന്നത്. കാർബൺ ക്വാണ്ടം ഡോട്ട്സ്. CND എന്ന് പറയുന്നത് കാർബൺ നാനോ ഡോട്ട്സ്. അവരുടെ ഇടയിൽ തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്. അതാണ് ഈ കാർബൺ നാനോ പാർട്ടിക്കിളും കാർബൺ ക്വാണ്ടം ഡോട്ട്സും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് ഇവരുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ഈ ഒരു സംഭവമാണെങ്കിൽ ഇവർക്ക് കുറേയും കൂടെ നല്ല ക്വാണ്ടം കൺഫൈൻമെന്റ് പ്രോപ്പർട്ടിയും സ്ട്രോങ് ഫോട്ടോ ലൂമിനസെൻസ് ഒക്കെ കാണിക്കും. കാരണം അവരുടെ സ്ട്രക്ചറിന്റെ ഇതുള്ളത് കൊണ്ട്. എന്തോ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇലക്ട്രോൺസിനെയൊക്കെ എന്താ പറയാ കൺഫൈൻ ചെയ്ത് നിർത്തുക. അതായത് ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ കൂടി നിൽക്കാൻ നമ്മൾ പറയില്ലേ, അങ്ങനെ. ചെറിയ ചെറിയ സൈസ്ഡ് ഇലക്ട്രോൺസ് ആകുമ്പോൾ കുറെ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പറയില്ലേ, ചെറിയൊരു സൈസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ കുറേയും കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇലക്ട്രോൺസ് എല്ലാം കൂടി ഇങ്ങനെ കൺഫൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ക്വാണ്ടം ഡോട്ട്സിനകത്താണോ സിന്തസിസിനകത്ത് ഏതോ ഇതിന്റെ ക്വാണ്ടം ഡോട്ട്സിനകത്ത് ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, സോ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, PDF കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഇത് ഇത്രയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനിയിപ്പോ എന്തോ ഇത് ഇപ്പൊ പ്രിപ്പയർ ചെയ്ത സംഭവം. അപ്പൊ ഞാൻ അതിന്റെ നോട്ട് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ. എന്താ അശ്വിൻ ഇപ്പൊ വേണ്ട, കാരണം ഇത് കണ്ടോ, ഇപ്പൊ ഇതിനകത്ത് കാർബൺ ഡോട്ട്സിന്റെ പ്രോപ്പർട്ടീസ് കൊടുത്തേക്കുന്നത് കണ്ടോ, എല്ലാം പോയിന്റ് വൈസ് ആണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഇപ്പൊ സ്ട്രക്ചർ ആൻഡ് സൈസ്, ഫോട്ടോ ലൂമിനസെൻസ്, ബയോ കമ്പാറ്റബിലിറ്റി, ഇതൊക്കെ എന്തായാലും ഇപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടല്ലേ പോകുന്നത്. ഈ സെയിം പോയിന്റ് തന്നെയായിരിക്കും അപ്പൊ ഞാനും അപ്പൊ പിന്നെ ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് തന്നെ സെയിം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ സൈഡിൽ ഇപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ പറയുകയാണെങ്കിൽ അത് എഴുതി വെച്ചോ. ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, കാർബൺ ഡോട്ട്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാൻ പോകുന്നത്. അപ്പൊ കാർബൺ ഡോട്ട്സിന്റെ പ്രോപ്പർട്ടീസ് ആകുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പറഞ്ഞു. അതായത് അത് ബയോ കമ്പാറ്റബിൾ ആന്ന് പറഞ്ഞു അല്ലെ. അതായത് ബയോ കമ്പാറ്റബിൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? അതായത് ലിവിങ് സിസ്റ്റമായിട്ട് അവർ കൂടുതൽ അങ്ങനെ മിക്സ് ആകില്ല.
അതായത് ഹാംഫുൾ റിയാക്ഷൻസ് ഇപ്പൊ നമ്മളുടെ ബോഡിയിലേക്ക് ഇപ്പൊ ഒരു കാർബൺ ഡോട്ട് വല്ലതും ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഇൻജെക്ട് ചെയ്യോ ഡ്രഗ് ഡെലിവറി ആയിട്ട് ഇത് വരികയാണെങ്കിൽ അതിനെ ഒരിക്കലും അത് ഹാംഫുൾ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, വേറെ അവിടെ ഒരു റിയാക്ഷൻസ് നമ്മളുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സെൽസുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ടിഷ്യൂസ് ഓർഗൻസും ആയിട്ടൊന്നും അവിടെ റിയാക്ഷൻസും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. അതാണ് ആക്ച്വലി ബയോ കമ്പാറ്റബിൾ എന്ന് പറയുന്നത്. അവർ കൂടുതലും മെഡിക്കൽ ആപ്ലിക്കേഷൻസ് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻസിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ സ്ട്രക്ചർ ആൻഡ് സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇതിന്റെ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും അതിന് മെയിനിലായിട്ടുള്ളത്. പിന്നെ കാർബൺ ഡോട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ നാനോ പാർട്ടിക്കിൾ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ ആയിരിക്കും അതിന്റെ മെയിൻ കണ്ടന്റ്. പക്ഷെ അവർക്ക് എന്തുണ്ട് ഹൈഡ്രജനും ഓക്സിജൻ നൈട്രജൻ അല്ലെങ്കിൽ സൾഫർ അങ്ങനത്തെ ആറ്റംസും കൂടി അവരുടെ കൂടെ കാണും. അതായത് ഫുള്ളി കാർബൺ മാത്രമേ കാണൂ എന്നല്ല, കാർബൺ മെയിൻ കണ്ടന്റ് ആയിട്ട് കാണും. പ്രൈമർലി കാർബൺ ആയിരിക്കും ഉള്ളത്, പക്ഷെ അതോടൊപ്പം തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ എന്നുള്ള എലമെന്റ്സും കാണും. പിന്നെ വരുന്നതാണ് ഈ പറഞ്ഞ ഫോട്ടോലൂമിനസെൻസ് എന്നുള്ള പ്രോപ്പർട്ടി. ഫോട്ടോലൂമിനസെൻസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രോൺസ് എക്സൈറ്റ് ആയി അവർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പൊ ഞാൻ പറയാം പല സൈസിലെയും ഈ പറഞ്ഞ മാതിരി നാനോ പാർട്ടിക്കിൾസ് അവരുടെ ഓരോ സൈസ് റേഞ്ച് കാരണം എന്താ ഈ പല കളേഴ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതാണ് ആക്ച്വലി ഈ ഫോട്ടോലൂമിനസെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ 3 പ്രോപ്പർട്ടി മനസ്സിലായോ? ഓക്കെ, ഓക്കെ സോ ഓക്കെ, അപ്പൊ അടുത്ത പ്രോപ്പർട്ടി എന്താ? സിന്തസിസ്, ഫോട്ടോ സ്റ്റെബിലിറ്റി, സർഫസ് മോഡിഫിക്കേഷൻ. സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് നാനോന്റെ സ്റ്റാർട്ടിങ് തൊട്ട് പറയുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് 2 മെത്തേഡ്സ് വഴി നമുക്ക് നാനോ മെറ്റീരിയൽസ് നമുക്ക് സിന്തസൈസ് ചെയ്യും. ഒന്ന് ഏതാ? ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. അതിനകത്ത് തന്നെ നമുക്ക് കുറെ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കുറെ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, അല്ലാത്ത ബയോ മെത്തേഡ്സ് ഉണ്ട്, അങ്ങനെ കുറെ പല രീതിയിലുണ്ട്. ഇപ്പൊ ഗ്രീൻ സിന്തസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് മെയിൻ ഇപ്പൊ ഞാനിപ്പോ കാർബൺ ഡോട്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ എടുക്കേണ്ട പ്രീകേഴ്സർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർബൺ റിച്ച് പ്രൊഡക്റ്റ് അല്ല, കാർബൺ റിച്ച് കോമ്പൗണ്ട്സിനെ ആയിരിക്കും ഞാൻ എടുക്കേണ്ടത്. മനസ്സിലായോ? എന്തോ പ്രീകേഴ്സർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ. ഓക്കെ, നമ്മളിപ്പോ ഒരു സിന്തസിസ് ഞാനിപ്പോ ചെയ്യാൻ പോവുക. അപ്പൊ ആ സിന്തസിസ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന എന്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ, ഞാൻ എന്തുകൊണ്ടാണോ അത് ചെയ്യുന്നത് ആ സാധനമാണ് പ്രീകേഴ്സർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ ക്വാണ്ടം ഡോട്ട്സിന്റെ ആണെങ്കിലും അതിനകത്ത് നമ്മൾ പ്രീകേഴ്സർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തും ആ സിന്തസിസിനകത്ത് പറയുന്നുണ്ട് പ്രീകേഴ്സറിന്റെ കാര്യം. അങ്ങനെ പിന്നെ നമ്മളേക്കൊന്നു വേറെ ഒരു ഇതും കൂടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല, അതിനകത്തും പ്രീകേഴ്സറിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഫോട്ടോ സ്റ്റെബിലിറ്റി ആണ് അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതായത് ഫോട്ടോ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കുറെ അതായത് ഈ കാർബൺ ഡോട്ട്സ് ഈ ഫോട്ടോ ബ്ലീച്ചിങ്ങുമായിട്ട് കുറച്ചും കൂടെ റെസിസ്റ്റന്റ് ആയിരിക്കും. അതായത് ഫോട്ടോ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫ്ലൂറസൻസ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവര് കുറേയും കൂടെ ലൈറ്റിന് എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില മെറ്റീരിയൽസ് ആണ് ഫെയ്ഡ് ആയിട്ട് പോകും. അതായത് ഈ ആ ഒരു ഗ്ലോയിങ് പീരീഡ് കുറച്ചങ്ങ് കുറഞ്ഞ് മങ്ങി വരും. പക്ഷെ കാർബൺ ഡോട്ട്സിനാണെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എത്ര നേരം വേണമെങ്കിലും നമ്മൾ ആ ഒരു മെറ്റീരിയൽ നമ്മൾ ലൈറ്റിന്റെ അണ്ടറിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് അങ്ങനെ ഗ്ലോ ചെയ്തുകൊണ്ട് നിൽക്കും. അതായത് ഫെയ്ഡ് ആയി പോകത്തില്ല. അപ്പൊ അവർക്ക് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് ആക്ച്വലി ഫോട്ടോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അവർക്കത് അത്രയും സ്റ്റേബിൾ ആണ്, അവർക്കത് അങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന. ആ അതെ.
പിന്നെ വരുന്നത് സർഫസ് മോഡിഫിക്കേഷൻ. സർഫസ് മോഡിഫിക്കേഷൻ ആകുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് അതായത് ഇവരുടെ സർഫസിൽ നമ്മൾ പറഞ്ഞില്ല ഇപ്പൊ കാർബൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് കുറെ കൂടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വേണം അല്ലെ? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാ? അവരൊക്കെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പറയുന്നത്. അപ്പൊ ആ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ കുറെ കൂടെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പല ആപ്ലിക്കേഷൻസിലും ഇതിന് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സിന്തസിസിലേക്ക് പോവാണേ. അതായത് നമ്മൾ ഇനിയിപ്പോ ഈ കാർബൺ ഡോട്ട്സ് നമ്മൾ ഇനിയിപ്പോ സിന്തസൈസ് ചെയ്യാൻ പോവാം. എങ്ങനെ അത് സിന്തസൈസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ കാർബൺ ഡോട്ട്സ് നമുക്കറിയാം ടോപ്പ് ഡൗൺ അപ്രോച്ച് ഉണ്ട്, ബോട്ടം അപ്പ് മെത്തേഡും ഉണ്ട്. അതിനകത്ത് തന്നെ ഇഷ്ടംപടി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അതായത് കാർബൺ ഡോട്ട്സിൽ നമ്മൾ സ്പെസിഫിക്കലി ഒരു മെത്തേഡ് നോക്കാൻ പോവാണ്, അതായത് ഹൈഡ്രോതെർമൽ മെത്തേഡ്. ഓക്കെ, നമ്മൾ എന്തുകൊണ്ട് ഹൈഡ്രോതെർമൽ മെത്തേഡ് എടുക്കുന്നത് വെച്ചാൽ അത് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണേ. ഓക്കെ, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ട് സിമ്പിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എൻവയറമെന്റൽ ഫ്രണ്ട്ലി ബോട്ടം അപ്പ് അപ്രോച്ച്. എന്തോ മൂളത്തെ വേണ്ട, ഏതാ ഈ പാരഗ്രാഫോ? അത് ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. അതായത് ഇപ്പൊ നോക്കുക, കാർബൺ ഡോട്ട്സ് ആർ സിന്തസൈസ്ഡ് യൂസിങ്, രണ്ട് മെത്തേഡ്സ് വഴി സിന്തസൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇതിനകത്ത് ബോട്ടം അപ്പ് എന്താ, ടോപ്പ് ഡൗൺ എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പറയുന്നത് അമംഗ് ദ ഡിഫറെന്റ് സിന്തറ്റിക് പ്രൊസീജിയേഴ്സ് ഹൈഡ്രോതെർമൽ മെത്തേഡ് ഇസ് എന്താ belongs to one of the most popular preparation for കാർബൺ ഡോട്ട്സ്. അതായത് കാർബൺ ഡോട്ട്സ് പ്രിപ്പയർ ചെയ്യണത് നമുക്ക് പല മെത്തേഡ് ഉണ്ട്. അപ്പൊ അതായത് നമുക്ക് ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് അപ്രോച്ച് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എന്നും വെച്ച് നമ്മളിപ്പോ രണ്ട് ടെക്നിക്സ് പഠിച്ചെന്ന് വെച്ച് ഇപ്പൊ എല്ലാ നാനോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആ മെത്തേഡ് വഴി എപ്പോഴും പറ്റണം എന്നില്ല. ചിലപ്പോൾ ഒരു നാനോ മെറ്റീരിയൽ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു മെത്തേഡ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ കുറച്ചും കൂടി ഈൽഡ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ പല ഫാക്ടേഴ്സ് വേരി ചെയ്യും. അപ്പൊ അതിനകത്ത് ഈ കാർബൺ ഡോട്ട്സിനെ നമുക്ക് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഹൈഡ്രോതെർമൽ മെത്തേഡാണ്. അതിന്റെ റീസൺ ആണ് പറയുന്നത് കുറച്ചും കൂടെ സിമ്പിൾ മെത്തേഡാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പിന്നെ എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് എൻവയറമെന്റ് കൂടുതൽ എങ്ങനെ ഒന്നും ഹാംഫുൾ രീതിയിലേക്ക് പോവാതെ നല്ലൊരു ഇതിലേക്ക് മെത്തേഡിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഐ മീൻ സിന്തസൈസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. പിന്നെ അതാണ്. അപ്പൊ നമ്മൾ ഇനി മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഹൈഡ്രോതെർമൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? അതൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്, അത് അണ്ടർലൈൻ ചെയ്യണം. അത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. അത് സിമ്പിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എൻവയറമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഈ ഹൈഡ്രോതെർമലിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ചിലപ്പോൾ വൺ വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ വേർഡ് ആൻസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി ചോദിക്കാം, അത് എന്തുകൊണ്ടാണ് ഹൈഡ്രോതെർമലിൽ നമ്മൾ കാർബൺ ഡോട്ട്സിനെ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് സിമ്പിൾ ആയതുകൊണ്ടും കോസ്റ്റ് എഫക്റ്റീവ് ആയതുകൊണ്ടും കുറേ കൂടെ എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് നമ്മൾ ആ മെത്തേഡിനെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അത് എന്ത് അപ്രോച്ച് ആണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയണ്ടത്? ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് നമ്മൾ പറയണം. ഓക്കെ, പിന്നെ ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ മെറ്റീരിയൽസ്, ഇതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് ഈ ഒരു പ്രോസസ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു, ഇത് കാർബൺ ഡോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താ? ഒരു കാർബൺ പ്രീകേഴ്സർ ആയിരിക്കും അല്ലെ? അതായത് പ്രീകേഴ്സർ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന എന്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ഏതെങ്കിലും ഒരു കാർബൺ സോഴ്സ് ആയിരിക്കണം. അപ്പൊ കാർബൺ റിച്ച് ഉള്ള ഒരു സംഭവമായിരിക്കണം. അപ്പൊ എന്റെ കാർബൺ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സിട്രിക് ആസിഡോ അല്ലെ ഗ്ലൂക്കോസോ ഓറഞ്ച് പീൽ എക്സ്ട്രാക്റ്റോ അങ്ങനെ ഏതെങ്കിലും എനിക്ക് എടുക്കാം. എല്ലാം എടുക്കണമെന്നല്ല, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സിന്തസൈസ് ചെയ്യാം. അടുത്തത് വേണ്ടത് എനിക്കൊരു നൈട്രജൻ സോഴ്സ് ആണ്, അതായത് നൈട്രജൻ കണ്ടന്റ് ഉള്ള എന്തെങ്കിലും വേണം. അതിനിപ്പോ ഞാൻ യൂറിയോ അല്ലെങ്കിൽ എത്തിലീൻ ഡൈഅമീനോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന ഒരു സോൾവെന്റ് എന്ന് പറയുന്നത് ഡീ അയണൈസ്ഡ് വാട്ടർ.
ഇത് മൂന്നാണ് എന്റെ മെറ്റീരിയൽസ്. എനിക്ക് ഈ ഹൈഡ്രോതെർമൽ എന്താ എന്നുവെച്ചാ നമ്മുടെ സാധാ വാട്ടർ തന്നെ. നമ്മുടെ വാട്ടറിനകത്ത് നമുക്ക് കുറെ അയോൺസ് ഇല്ലേ? അപ്പൊ അതായത് ഈ ഡിയണൈസ് വാട്ടർ എന്ന് വെച്ചാൽ ഈ അയോൺസ് ഒന്നും ഇല്ല, ജസ്റ്റ് പ്യോർ ഫോം ആയിരിക്കും. മനസ്സിലായി? അതായത് നമ്മൾ ചില സമയത്ത് ലാബിലൊക്കെ റിയാക്ഷൻസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്റെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തത് ഡിയണൈസ്ഡ് വാട്ടറാണ്. കാരണം ഇപ്പൊ ഞാൻ സിൽവർ നാനോ പാർട്ടിക്കിൾസ് സിന്തസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്മൾ സാധാ വെള്ളം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറെ അയോൺസ് കാണും, അല്ലെങ്കിൽ കുറെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ കാണും അല്ലെ? അതായത് ഇപ്പൊ H2O എന്ന് പറയുമ്പോൾ H+ഉം Cl- അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ അയോൺസും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് അയോൺസ് ഒന്നും തന്നെ കാണത്തില്ല. അപ്പൊ നമുക്ക് മറ്റേതുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ സോൾവെന്റ് ആയിട്ട് എടുക്കുന്ന ഡിയണൈസ്ഡ് വാട്ടർ. ഇനിയിപ്പോ നമ്മളുടെ പ്രൊസീജിയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത് നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഞാനിപ്പോ ഇതിനകത്ത് എടുക്കുന്നത്, ഇപ്പൊ കാർബൺ സോഴ്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത് സിട്രിക് ആസിഡും, സിട്രിക് ആസിഡും പിന്നെ എടുക്കുന്നത് യൂറിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു 2 gram സിട്രിക് ആസിഡും 2 gram സിട്രിക് ആസിഡും 1 gram യൂറിയയും കൂടി എടുത്ത് ഈ ഡിയണൈസ്ഡ് വാട്ടറിലേക്ക് ഞാൻ മിക്സ് ചെയ്തു. അതായത് മിക്സ് ചെയ്ത് സ്റ്റിർ ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുക. അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആകുന്നവരെ ഞാൻ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഡിസോൾവ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്റെ സൊല്യൂഷൻ അവിടെ പ്രിപ്പയർ ആയി. അടുത്തത് നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഹൈഡ്രോതെർമൽ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കാൻ പോവാം. അതായത് നമ്മൾ ഈ പ്രിപ്പയർ ആയ സൊല്യൂഷനെ ഞാനൊരു ഓട്ടോക്ലേവിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു മെഷീനാണ്. ഈ ഇതൊക്കെ കറക്റ്റ് തന്നെ എക്സ്പ്ലനേഷൻ, ഓട്ടോക്ലേവ് എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു മെഷീനാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ടെഫ്ലോൺ ലൈൻഡ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓട്ടോക്ലേവ് കേട്ടോ. ടെഫ്ലോൺ ലൈൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓട്ടോക്ലേവ് ആണ്. അത് നമ്മൾ ആ സൊല്യൂഷൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് സീൽ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കും. അതായത് ഒരു 180-200 റേഞ്ചിൽ നമ്മളൊരു 4-5 മണിക്കൂർ നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഓക്കെ അതാണ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മൾ അതൊരു ഹീറ്റ് ചെയ്ത്, അപ്പൊ ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർബൺ പ്രീകഴ്സേഴ്സ് ഉണ്ടല്ലോ, ഇവരെല്ലാം കൂടെ ഡീഹൈഡ്രേഷൻ, കാർബണൈസേഷൻ, ഈ പാസിവേഷൻ, ഇങ്ങനത്തെ കുറച്ച് പ്രോസസ്സുകൾ നടക്കും അതിനകത്ത്. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ വെള്ളം പോകും, അവിടുത്തെ വാട്ടർ എലിമിനേറ്റ് ആയി പോകും. കാർബണൈസേഷൻ എന്ന് വെച്ചാൽ കാർബൺ ഇതായിട്ട് പോകുന്നത്, അങ്ങനെ. പാസിവൈസേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിനകത്ത് നടക്കുന്ന കുറച്ച് പ്രോസസ്സുകൾ, അതായത് നമ്മൾ ഈ ഓട്ടോക്ലേവിനകത്ത് ഈ സൊല്യൂഷൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനകത്ത് വരുന്ന കുറച്ച്, അതായത് അതിനകത്ത് വരുന്ന കുറച്ച് ചേഞ്ചസ്, അതിനകത്ത് അവർ ആ സംഭവങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകളാണ് ഈ ഡീഹൈഡ്രേഷൻ, കാർബണൈസേഷൻ, പാസിവൈസേഷൻ. എന്നിട്ട് അവർ എന്തായിട്ട് മാറും, കാർബൺ ഡോട്ട്സ് ആയിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഈ ഓട്ടോക്ലേവ് കുറച്ച് തണുക്കാൻ വെക്കും. അതായത് ഇത്രയും ഒരു 4-5 മണിക്കൂർ നമ്മൾ ഹീറ്റ് കൊടുത്തോണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു റൂം ടെമ്പറേച്ചർ ആവുന്നവരെ കുറച്ചും കൂടെ കൂൾ ഡൗൺ ചെയ്യാൻ നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും വലിയ വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, സെൻട്രിഫ്യൂജ് ചെയ്യാൻ വെക്കും. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ കാർബൺ ഡോട്ട്സിനെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ്. എന്തോ സെൻട്രിഫ്യൂജ് എന്നാണ് മറ്റേ കറക്കുന്ന സംഭവം. ലാബിൽ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത് ലാബ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ.
അപ്പൊ ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീൻ ഉണ്ട്, നമുക്ക് സെൻട്രിഫ്യൂജിങ് ട്യൂബ് ഉണ്ട്. അപ്പൊ അതിനകത്തായിരിക്കും നമ്മൾ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ആ എന്താ ഓരോ സ്ലോട്ട് കാണും ആ ട്യൂബ് വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് മിക്സ് ചെയ്ത സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽഡ് ആയിട്ട് കിടക്കും. അപ്പൊ നമുക്ക് മെയിനിൽ നമുക്ക് അതിന്റെ ഫിൽട്രേറ്റ് കിട്ടും. അപ്പൊ ക്ലിയർ സൊല്യൂഷൻ പോലെ കിട്ടും, രണ്ട് ലെയർ ആയിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ആക്ച്വലി സെൻട്രിഫ്യൂജ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കളക്ഷൻ ആണ്. അതായത് ഈ നമുക്ക് ലാസ്റ്റ് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എന്താ ഉള്ളത്, കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അതിന്റെ ഇറ്റ് ഓഫൺ അപ്പിയേഴ്സ് ആസ് ഒന്നെങ്കിൽ യെല്ലോ ടു ബ്രൗൺ അണ്ടർ നോർമൽ ലൈറ്റ് ആൻഡ് ബ്ലൂ ഓർ ലൈക്ക് ഗ്രീൻ ഫ്ലൂറസൻസ് അണ്ടർ യു വി ലൈറ്റ്. അതിന്റെ കളർ പ്രസൻസിൽ അതിന്റെ ഒരു കളറാണ് പറയുന്നത്. അതായത് ഇപ്പൊ നോർമൽ ലൈറ്റിലും യു വി ലൈറ്റിലും എന്ത് കളറായിട്ടായിരിക്കും ഒരു അപ്പിയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇതിന്റെ സ്റ്റെപ്പുകൾ മനസ്സിലായോ എന്താ ചെയ്യുന്നതെന്നുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അപ്പൊ ചെയ്യുന്നത് നമ്മള്? എന്നിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്താ? നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റുക, എന്നിട്ട് ലാസ്റ്റ് കളക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു സിമ്പിൾ ആണ്, കോസ്റ്റ് എഫിഷ്യന്റ് ആണ്, പിന്നെ നമുക്ക് അതിന്റെ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തോ സ്കെയിലബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു മിനിറ്റ്, എന്റെ മീനിങ് നോക്കിട്ട് പറയാവേ. സ്കെയിലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടെ മെത്തേഡിനെ കുറേയും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ അതിനെ കുറേയും കൂടെ ലാർജ് സ്കെയിലിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ വേണമെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ, ലൈക്ക് ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഇൻ ലാർജ് എമൗണ്ട്. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതാണ് ഇത്രയും 3 അഡ്വാൻറ്റേജസ്. അപ്പൊ നമ്മൾ ഇതിന്റെ സിന്തസിസ് പറഞ്ഞു, അതായത് ഹൈഡ്രോതെർമൽ ആണ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ്. ഇനിയിപ്പോ വരുന്നത് അതിന്റെ ആപ്ലിക്കേഷൻസ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇതിനകത്ത് കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു മെയിൻ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞ? അതെ, അതായത് അത് തന്നെ ഫസ്റ്റ് പോയിന്റിലാണ് ബയോ ഇമേജിങ്ങിനും ഡ്രഗ് ഡെലിവറിക്കും അത് യൂസ്ഫുൾ ആണ്. അതായത് ഈ ബയോ ഇമേജിങ് പർപ്പസ് നമ്മൾ എല്ലാ നാനോ പാർട്ടിക്കിളിനും പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കോമൺ ആപ്ലിക്കേഷൻ ആണ് ബയോ ഇമേജിങ്ങും ഡ്രഗ് ഡെലിവറി. അവിടെ സെയിം പറയുന്ന സംഭവം തന്നെ ഉള്ളു ഇതിനകത്ത്. അതായത് ഇപ്പൊ കാർബൺ ഡയോക്സൈഡിന് ഇപ്പൊ ക്യാൻസർ സെൽസിനെ ഡിറ്റക്ട് ചെയ്യാനും അവിടെ മരുന്നിനെ കൊണ്ട് ഡെലിവറി ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു മെറ്റീരിയലിന്, അതായത് ഇപ്പൊ നമ്മുടെ ഡ്രഗ് ആണെങ്കിൽ ഡ്രഗിനെ ഈ കാർബൺ ഡയോക്സൈഡിനകത്തേക്ക് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം. ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിനെ നമ്മുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റ് എവിടെയാണോ അഫക്റ്റഡ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് അവിടെ പോയിട്ട് അത് അറ്റാച്ച് ചെയ്യും. അവിടെ അറ്റാച്ച് ചെയ്തിട്ട് അവിടെ ഡ്രഗ് അവർ ആക്ച്വലി റിലീസ് ചെയ്യും. അതാണ് അതിന്റെ ഫങ്ഷൻ. അതാണ് ആക്ച്വലി ഡ്രഗ് ഡെലിവറിയുടെ അവിടെ പറയുന്നത്. പിന്നെ വരുന്നത് ഈ സോളാർ വാട്ടർ സ്പ്ലിറ്റിംഗ്. സോളാർ വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി ഈ ഫോസിൽ ഫ്യൂൽസ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഭയങ്കര പൊല്യൂഷൻ ആയിരിക്കും വരിക, അല്ലേ? അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ഒരു എൻവയറമെന്റ്, അതായത് ഗ്ലോബൽ വാർമിംഗിലേക്ക് പോകാണ്ട് ഒരു ക്ലീൻ എൻവയറമെന്റ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആക്ച്വലി നമുക്ക് യൂസ് ചെയ്യാണ് ഈ
അവിടെ യൂസ് ചെയ്യാണ് ഈ സോളാർ വാട്ടർ സ്പ്ലിറ്റിംഗ്. അതായത് ഈ വാട്ടറിനെ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും യൂസിങ് സൺലൈറ്റ്. അതാണ് മെയിൻ ആയിട്ട് അവിടെ വരുന്നത്. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന രണ്ട് റിയാക്ഷനുകളാണ്. അതായത് ഇത് ഫസ്റ്റ് റിയാക്ഷൻ കൊടുത്തേക്കുന്ന ഓവറോൾ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ്. അതായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറും ഇൻ പ്രസൻസ് ഓഫ് എന്താ ലൈറ്റ്. അതിനാണ് സോളാർ വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. സോളാർ എന്ന് വെച്ചാൽ എന്താ, അവിടെ ലൈറ്റ് ആണ് വരുന്നത്. അപ്പൊ അതിന് രണ്ട് റിയാക്ഷൻ നടക്കുന്നതാണ്. ഫസ്റ്റ് വരുന്നത് എവിടെ, ഫസ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് ഹൈഡ്രജൻ എവല്യൂഷൻ, അതായത് ഹൈഡ്രജൻ ഫോർമേഷൻ റിയാക്ഷൻ. അപ്പൊ ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന എങ്ങനെയാ, 4 ഹൈഡ്രജൻ മോളിക്യൂൾസ് പ്ലസ് 4 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2H2 കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് ഓക്സിജൻ വേണം. ഓക്സിജൻ എങ്ങനെയാ, ഈ വാട്ടർ അതായത് 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജനും 4 ഹൈഡ്രജനും 4 ഇലക്ട്രോൺസും തരും. മനസ്സിലായി? അപ്പൊ ഈ രണ്ട് സംഭവം, ഇത് രണ്ടും കൂടെ ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി ഓക്സിജനും ഈ 4 ഹൈഡ്രജനും 4 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അത് തന്നെയല്ലേ ഈ മേളിൽ എഴുതിയേക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഈ ഹൈഡ്രജൻ. അത് ഈ ജി എന്ന് എഴുതിയിരിക്കുന്ന ബ്രാക്കറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ? ഗ്യാസ്. അല്ല അത് ലിക്വിഡ്. എസ് എന്ന് പറയുമ്പോൾ സോളിഡ്, എൽ ലിക്വിഡ്, ജി ഗ്യാസ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ സ്പ്ലിറ്റിങ്ങിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാറ്റലിസ്റ്റ് വിത്ത് ഈ ഹൈ എഫിഷ്യൻസീസ് ആഡഡ്. അതായത് ഈ കാർബൺ ഡോട്ട്സ് ഉള്ള കാറ്റലിസ്റ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, അതായത് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാർബൺ ഡോട്ട്സ് ഉള്ള കാറ്റലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും. കാറ്റലിസ്റ്റ് എന്താ അവരുടെ പ്രോപ്പർട്ടി എന്താ, ആക്ച്വലി റിയാക്ഷൻസിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കാറ്റലിസ്റ്റ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാർബൺ ഡോട്ട്സ്, ഇതിനകത്ത് കാർബൺ ഡോട്ട്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ കാർബൺ ഡോട്ട്സ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ റിയാക്ഷൻസ് സ്പീഡപ്പ് ചെയ്യും. അതുപോലെ തന്നെ അവർ കുറേയും കൂടെ ലൈറ്റിനെ അബ്സോർവ് ചെയ്യും. അത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, കാർബൺ ഡോട്ട്സ് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറേയും കൂടെ ലൈറ്റിനെ അബ്സോർവ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അവർ കൂടുതലും അവരുടെ എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇലക്ട്രോൺ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതാണ് അവരുടെ ഇത്രയും ഇതിന്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് എന്ത് അവരുടെ മെയിൻ റോൾ ഇതിനകത്ത്, ഈ വാട്ടർ സ്പ്ലിറ്റിങ്ങിനകത്തുള്ള മെയിൻ റോൾ ആണ് പറയുന്നത്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്, ഓവറോൾ സംഭവം ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിപ്പോ അശ്വിൻ അത് മൊത്തത്തിൽ ഇരുന്ന് വായിച്ചിട്ട് അതിനകത്ത് ഏതാ മനസ്സിലാവാത്തെന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ അത് പറഞ്ഞുതരാം. ക്ലാസ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ് സൂപ്പർ കപ്പാസിറ്റേഴ്സ്. അപ്പൊ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി ദോസ് ആർ ഡിവൈസസ് ദാറ്റ് സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജസ്. അതായത് ഇലക്ട്രിക്കൽ ചാർജസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസ് ആണ് ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പൊ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സാധാ ബാറ്ററി എന്ന് പറയുമ്പോൾ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന പോലെ അല്ല ഇവർക്ക്. അതായത് എന്നുവെച്ചാൽ മറ്റേതുപോലെ കുറെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കുറെ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അവര് പെട്ടെന്നായിരിക്കും ഇവരുടെ എനർജി റിലീസ് ആവുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് അതായത് റാപ്പിഡ് ചാർജിങ് നടക്കും, റാപ്പിഡ് ഡിസ്ചാർജിങ് നടക്കും. അതായത് ഇപ്പൊ ഈ പവർ ബാങ്കിന്റെ ഒക്കെ ഒരു യൂസ്ഫുൾനെസ് വരുന്നത്, പവർ ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ, പെട്ടെന്ന് അതിനകത്ത് ചാർജ് കയറും. മറ്റേ നോർമൽ ഇതിനെക്കാട്ട് നോക്കുമ്പോൾ നമ്മൾ പവർ ബാങ്കിലേക്ക് വരുന്നത് കുറച്ചും കൂടെ ചാർജ് ഇതാവും. അപ്പൊ അതായത് സൂപ്പർ കപ്പാസിറ്റേഴ്സ് അവർ പെട്ടെന്ന് കുറച്ചും കൂടെ ചാർജ് റിലീസ് ചെയ്യും, മറ്റേ സാധാ ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോ അടുത്ത പേജ്
ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സിന്റെ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഇവർക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എനർജി കുറച്ചും കൂടെ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റും, റാപ്പിഡ് ചാർജ് ചെയ്യാനും ഒക്കെ പറ്റും നമ്മൾ പറഞ്ഞില്ലേ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവരുടെ ഇലക്ട്രോഡ്സ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ്സിന്റെ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യും അത് എത്രത്തോളം സ്പീഡിൽ പോകാൻ പറ്റും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ കോമൺ ആയിട്ട് അതിനകത്ത് വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ മെറ്റൽ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ്, മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്, പോളിമേഴ്സ്, കാർബൺ നാനോ മെറ്റീരിയൽസ്, ഈ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് നമ്മൾ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സർഫസ് ഏരിയ കൂടുതലാണ്, അതായത് ഈ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുണ്ട് അവർക്ക്. പിന്നെ കുറേം കൂടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നല്ലതാണ്, പിന്നെ സ്റ്റെബിലിറ്റി ആണ്, പിന്നെ ലോങ് ലൈഫുമാണ്. ഇതാണ് അവരുടെ ഒരു പ്രോപ്പർട്ടി. എന്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഈ കാർബൺ ഡോട്ട്സിനെ നമ്മൾ എടുത്തു എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പറയുന്നത്. മനസ്സിലായോ? അത് ലാസ്റ്റിനകത്ത് അതിന്റെ റീസൺ പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദർ ലോ ടോക്സിക് നേച്ചർ, ഹൈ ഇലക്ട്രോണിക് കണ്ടക്ടിവിറ്റി, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ഓക്കെ, എന്തോ മനസ്സിലായില്ല. കെമിക്കല് സെൻസിങ് പോയിന്റിലോട്ട് ഞാൻ വരികയാണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതിക്കോ. ഓക്കെ, റോൾ ഓഫ് കാർബൺ ക്വാണ്ടം ഡോട്ട്സ്, എന്നിട്ടൊരു ഹൈഫൺ ഇട്ട് എഴുതിക്കോ. They have become popular as electrode materials because they offer എന്നിട്ട് കോളൻ ഇട്ടിട്ട് പോയിന്റ് വൈസ് എഴുതണേ. They have high surface area for storing charges. They have high surface area for storing charges. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. മൂന്നാമത്തേത് സ്റ്റെബിലിറ്റി ആൻഡ് ലോങ് ലൈഫ് ഓഫ് ദ സൂപ്പർ കപ്പാസിറ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിപ്പിച്ചതേ ഉള്ളേ. അതും വേണമെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ആഡ് ചെയ്യാം പോയിന്റ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് സെൻസിങ്. ഇപ്പൊ സെൻസിങ് ആകുമ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ സെൻസേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ബയോമെഡിക്കൽ ഇമേജിങ്ങിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു അഫക്റ്റഡ് ഏരിയസിനെ കുറച്ചും കൂടെ അവർ ഡാർക്കൺ ചെയ്ത് എൻലൈറ്റൻ ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, ഇതിനകത്ത് ഈ സെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സെൻസിങ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റ് അല്ലേ. അപ്പൊ ലൈറ്റിന്റെ പ്രസൻസിലായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ആ ലൈറ്റിന്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അതിന്റെ അതിന് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കാർബൺ ബേസ്ഡ് ആകുമ്പോഴത്തേക്കും കുറേം കൂടെ അതിന് നമ്മൾ പറയില്ലേ കുറേം കൂടെ ടാർഗറ്റ് ചെയ്ത് കുറേം കൂടെ സ്പെസിഫിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അതെ, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കിയേ. ദ എമിഷൻ ഇന്റൻസിറ്റി ഓഫ് കാർബൺ ഡോട്ട്സ് സ്ട്രോങ്ലി ഡിപ്പെൻഡന്റ് ഓൺ ദർ എൻവയറമെന്റ്. അതായത്
ഈ കാർബൺ ഡയോക്സൈഡിന്റെ മെയിൻ അതിന്റെ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എൻവയറമെന്റ് ബേസ്ഡ് ആയിരിക്കും എന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കാർബൺ ഡയോക്സൈഡ് കെമിക്കൽസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതെന്താ നടക്കുന്നത്, അവിടെ ഫ്ലൂറസെൻസ് ക്വെൻച്ചിങ് അല്ലെങ്കിൽ അവിടെ ഒരു എൻഹാൻസ്മെന്റ് നടക്കും ഫോർ ഈ സെൻസിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് കുറെ കൂടെ യൂസ്ഫുൾ എൻഹാൻസ്മെന്റ് അവിടെ നടക്കും. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ ദേ ആർ യൂസ്ഡ് ടു ടാർഗറ്റ് ഗ്യാസ് മോളിക്യൂൾസ്, pH, അയോൺസ് അല്ലെങ്കിൽ ബയോളജിക്കൽ അനലൈസ്. അതിനൊക്കെ അനലൈസ് മീൻസ് ടാർഗറ്റ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കാർബൺ ഡയോക്സൈഡ് ഇൻ സെൻസിങ് പർപ്പസ്. അപ്പൊ ഇത്രയാണ് കാർബൺ ഡയോക്സൈഡിനെ പറ്റി, അതിന്റെ പ്രോപ്പർട്ടീസ്, സിന്തസിസ്, ആപ്ലിക്കേഷൻ. ഓക്കെ, ഇതിനകത്ത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഫുൾ എല്ലാം ഇത് ഈ മൊഡ്യൂൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കൺഫ്യൂഷൻ വരും. കാരണം ഓൾമോസ്റ്റ് ആപ്ലിക്കേഷൻസ് എല്ലാത്തിന്റെയും വരുമ്പോഴത്തേക്ക് സെയിം ആണ്. അതായത് അതിന്റെ ഹെഡിങ് വ്യത്യാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അത് കുറച്ചും കൂടെ എന്താ ചില ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ആപ്ലിക്കേഷൻസ്. പക്ഷെ കോമൺ ആയിട്ട് വരുമ്പോൾ അതിനകത്ത് കുറെ കോമൺ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്.